സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഓരോ ആറ്റങ്ങളുടെ ഓരോ എലമെൻറ്റുകളുടെ റെപ്രസെൻറ്റേഷനും അതിൻ്റെ ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം, അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൻ്റെ വാലൻസി എത്രയാണ്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, അതിൻ്റെ അയണിക് ഫോർമുല എത്രയാണ്, ഇങ്ങനെയാണ് എഴുതിയത്. അങ്ങനെ കുറേ എണ്ണം കൂടെ നമുക്കൊന്ന് എഴുതാനുണ്ട്. അത് എഴുതി പെട്ടെന്ന് തന്നെ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ച് തീർക്കണം. ഡൗട്ട് ഉള്ളത് അപ്പോൾ തന്നെ ക്ലിയർ ആക്കി എന്നോട് ചോദിക്കുക, കേട്ടല്ലോ. ഞാനിനി അങ്ങോട്ട് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല. കാരണം നമുക്ക് ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് കയറണം. മാത്രമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊന്നും ഫിസിക്സ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് പോവാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പം അടുത്ത എഴുതേണ്ടത് സിലിക്കൺ ആണ്. സിലിക്കൺ നിങ്ങൾ ഇതുവരെ എഴുതിയതിനകത്ത് സിലിക്കൺ ഹോംവർക്ക് എല്ലാം നിങ്ങൾ 2-3 പേര് എന്താണ് നമ്മൾ 3 തോന്നുന്നു ഹോംവർക്ക് വന്നത്. അത് കൂട്ടാതെ ബാക്കി സിലിക്കൺ 14, 28 എൻ്റെ കൂടെ എഴുതി പൊക്കോണം, നോക്കിക്കോളൂ. ഓക്കെ, നോക്കാം. സിലിക്കൺ ഞാൻ അക്ഷിതയോടാണ് ചോദിക്കുന്നത്. അക്ഷിത ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇതിൻ്റെ മാസ് നമ്പർ എന്താ? കേട്ടില്ലേ? 28. ആറ്റോമിക് നമ്പർ എന്താ? 14. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ? 14. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാ? അതും 14. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാ? അത് A-Z ആണ്. അത് 28 - 14 ആണ്. അതും 14 ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ പറഞ്ഞേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28. 284. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വാലൻസി എന്തായിരിക്കും? ബാലൻസ് 4. അതായത് ഇവിടെ ഇലക്ട്രോണിക് ഗെയിൻ ചെയ്യണോ ലോസ് ചെയ്യണോ? അത് രണ്ടും പറ്റും. 4 അല്ലേ? പക്ഷേ ഇത് രണ്ടും പറ്റത്തില്ല. കാരണം നമ്മളൊരു ഇത് എഴുതിയായിരുന്നു, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആർ ഓൾസോ സ്റ്റേബിൾ ലൈക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ. എഴുതിയായിരുന്നോ? അതുകൊണ്ട് തന്നെ ഇത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കത്തോ മേടിക്കത്തോ ഇല്ല, പകരം ഷെയർ ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് വാലൻസി നെഗറ്റീവ് വാലൻസി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പകരം വാലൻസി ഉണ്ടാവും. അതായത് വാലൻസി 4 ആണ്. അതായത് ഇതിനെ ടെട്രാ വാലൻ്റ് ആണെന്ന് പറയുന്നത്. ടെട്രാ വാലൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കാരണം എഴുതാം. ആസ് ഇറ്റ് ഈസ്, എൻ്റെ കൂടെ എഴുതി പൊക്കോണം എല്ലാവരും. ആസ് ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് it will not gain or lose electrons because half filled electrons half filled configuration are also stable. Half filled configuration are also stable. അതായത് 4 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. കാരണം എന്താ? ഇലക്ട്രോണിനെ മേടിക്കത്തോ കൊടുക്കത്തോ വാങ്ങിക്കത്തോ ഇല്ല. പക്ഷേ 4 ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വാലൻസി 4 ആണ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എല്ലാവരും എഴുതിയോ? റിജോ എഴുതുക സാർ. ക്ലാസ് 7:10 വെക്കുമ്പോൾ എല്ലാവരും 7:10 തന്നെ ജോയിൻ ചെയ്യുക. എല്ലാവരും 7:15, 7:19 ജോയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് സമ്മതിക്കത്തില്ല. 7:10 എന്ന് പറഞ്ഞാൽ 7:10 ജോയിൻ ചെയ്യാം എല്ലാവരും. പിന്നീട് ഞാൻ അഡ്മിറ്റ് ചെയ്യത്തില്ല കേട്ടോ. ഇത് എഴുതിയെടുത്തോ. ഇപ്പം ആരാ കയറിയ? അർച്ചിതയാണോ കയറിയേ? അർച്ചിത കേൾക്കാമോ? ഓക്കെ,
ഇത് സിലിക്കണിൻ്റെ എഴുതിയെടുത്തോ, പെട്ടെന്ന് എഴുതിയെടുത്തോ. ക്ലോറിൻ ഞാൻ തന്നായിരുന്നോ? ക്ലോറിൻ തന്നായിരുന്നോ? ശ്രേയ പറയാമോ? ക്ലോറിൻ തന്നായിരുന്നോ? ഞാൻ തന്നായിരുന്നു. ഓക്കെ. അർച്ചിത എഴുതിയെടുത്തോ? ഇത് എഴുതി സർ. ഓക്കെ. ഇനി നോക്കിയോ, അടുത്തത് പൊട്ടാസ്യം ഞാൻ തന്നായിരുന്നോ? ശ്രേയ പൊട്ടാസ്യം തന്നായിരുന്നോ? തന്നായിരുന്നു. ഓക്കെ. എന്നാലും ഞാൻ പൊട്ടാസ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പൊട്ടാസ്യം 39, 19 അപ്പോൾ ഇതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എ ആണ്, അത് 39. ആറ്റോമിക് നമ്പർ ഇസഡ് എന്ന് പറയുന്നത് 19. അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം 19. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 19. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എ മൈനസ് ഇസഡ് ചെയ്താൽ മതി. 39 മൈനസ് 19 എന്ന് പറയുമ്പോൾ അത് 20. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ ശ്രേയാവെന്ന് പറയാമോ ഇതിൻ്റെ? 2, 8, 9. 2, 8, 9 എന്നാ അല്ലയോ? ഇങ്ങനെ എല്ലാവരും എനിക്ക് ഹോംവർക്ക് അയച്ചെന്ന് മിക്കവാറും ആൾക്കാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ്. കാരണം നിങ്ങളുടെ വിചാരം എന്താ? കെ ഷെല്ലിൽ മാക്സിമം 2 പറ്റും, 2 ഫില്ലായി. എൽ ഷെല്ലിൽ മാക്സിമം 8 പറ്റും, 8 ഫില്ലായി. എം ഷെല്ലിൽ മാക്സിമം 18 വരെ പറ്റും. അപ്പം ബാക്കി ഇനി 9 കൂടെ അല്ലേ ഉള്ളൂ. അതിനെ 9 ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണോ ശ്രേയ ഫില്ല് ചെയ്തേ? ആണോ? ഓക്കെ. എന്നാൽ അങ്ങനെയല്ല. അത് അടുത്ത വർഷം +1 നിങ്ങൾ പഠിക്കും. ഇവിടെ 2, 8 എന്നേ വരത്തുള്ളൂ. 1 അടുത്തതിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അയച്ചു തന്നവരിൽ പൊതു എല്ലാ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും എന്താണ് അത് നമുക്ക് ശരിക്കും ഇതിനകത്ത് ഷെല്ലിനകത്തല്ല ഇലക്ട്രോൺസ് ശരിക്കും ഇരിക്കുന്നത്, സബ് ഷെല്ലിനകത്തായിരിക്കുന്നത്. അപ്പോൾ സബ് ഷെല്ലിനകത്ത് ഇരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ആകെ 2 കോൺഫിഗറേഷനെ അങ്ങനെ വരുന്നുള്ളൂ. അതങ്ങനെ കാണാതെ പഠിക്കുന്നതായിരിക്കും മനസ്സിലാക്കുന്നതിലും പാട്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വേണേൽ പറഞ്ഞുതരാം. നമുക്ക് KL ഇതൊന്നും എഴുതണ്ട കേട്ടോ. KLM ഷെല്ലുള്ളതുപോലെ തന്നെ S, P, D, F എന്ന് പറയുന്ന സബ് ഷെൽസും ഉണ്ട്. കെയ്ക്കകത്ത് 2 ഇലക്ട്രോൺസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. എല്ലിനകത്ത് 8 പറ്റും, എമ്മിനകത്ത് 18 പറ്റും, എന്നിനകത്ത് 32 പറ്റും. അങ്ങനെയാണെങ്കിൽ എസ്സിനകത്ത് മാക്സിമം 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. ഇങ്ങനെയാണ്. ഇനി കെ ഷെല്ലിനകത്ത് ഒന്നാമത്തെ ഷെല്ലിനകത്ത് ഒരു എസ് സബ് ഷെല്ല് കാണും. എല്ലിനകത്ത് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് ഒരു എസ്സും ഒരു പിയും കാണും. അതേപോലെ മൂന്നാമത്തെ എമ്മിനകത്ത് 3, അതായത് 3 ഒരു എസ്സും ഒരു പിയും ഒരു ഡിയും കാണും. നാലാമത്തെ എൻ ഷെല്ലിനകത്ത് 4S, 4P, 4D, 4F ഇങ്ങനെയായിരിക്കും വരിക. ഇനി എസ്സിനകത്ത് 2 അല്ലേ പറ്റത്തുള്ളൂ. എസ്സിനകത്ത് 2 പറ്റുമ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ 2 പറ്റും, ഇവിടെ 2 പറ്റും, ഇവിടെ 6 പറ്റും, ഇവിടെ വീണ്ടും 2, 6, 10 വരെ പറ്റും, ഇവിടെ വീണ്ടും 2, ഇവിടെ അങ്ങനെ. ഇത് നമുക്ക് നോക്കണ്ട, എന്നിന് നോക്കണ്ട, എന്നെ ഒന്നും വരാനില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഞാനിപ്പം പൊട്ടാസ്യത്തിനെ നമുക്ക് അങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1S കഴിഞ്ഞ് 1Sനകത്ത് 2 കയറി, 2Sനകത്ത് 2 കയറി, 2Pക്കകത്ത് 6 കയറി, 3Sനകത്ത് 2 കയറി. നോക്കിയേ 2, 4, 6, 4, 10, 12. ഇനി 3Pക്കകത്ത് 6, 18. ഇനി നോക്കിയേ 3Pക്കകത്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്തിനകത്തായിരിക്കും കയറുന്നത്? 3D, അതായത് 6, 6, 12, 14, 16, 18, 1, 19. കണ്ടോ? ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ഷെല്ലിലേക്ക് സബ് ഷെല്ലിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മളത് എഴുതാത്തത്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഓർത്ത് വെക്കുക വേണ്ട. നിങ്ങൾ പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഇതേപോലെ വരുന്നുണ്ട്, അത് ബൈഹാർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇത് അതൊക്കെ നമ്മൾ +1 പഠിക്കുന്ന വലിയ കാര്യങ്ങളാണ്, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്താ സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം ശ്രേയ?
ഒരെണ്ണത്തിനെ ലോസ് ചെയ്യണം. അപ്പം ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി കെ അല്ലെങ്കിൽ പൊട്ടാസ്യം ലോസസ് 1 ഇലക്ട്രോൺ ആൻഡ് ബിക്കം എന്താണ് കെ പ്ലസ് അയോൺ എന്ന് വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇനിയും therefore അപ്പോൾ അതിനകത്ത് ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട് പറഞ്ഞേ ശ്രേയ? ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18. എത്ര പ്രോട്ടോൺ ഉണ്ട്? 19. ഏത് ചാർജാണ് ഇവിടെ കൂടി നിൽക്കുന്നത്? പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ത് ചാർജാ? പോസിറ്റീവ്. അപ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് കൂടി നിൽക്കുന്നു? 1. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ വാലൻസി എന്തായിരിക്കും? എത്ര ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുത്തത്? 1. അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 1. അല്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ എന്ത് പറയണമെന്നാ പറഞ്ഞത്? 1 പ്ലസ് അതായത് 1 പ്ലസ് പ്ലസ് 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനിയും അതിന്റെ അയോണിക് ഫോർമുല എന്തെന്ന് വരും? K1 പ്ലസ്. K1 പ്ലസ് എന്ന് വരും. കണ്ടോ, ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ മനസ്സിലായോ? കുറേ പേര് ഇങ്ങനെ തന്നെയാണ് എനിക്ക് അയച്ചു തന്നത്, തെറ്റാണ്. 289 എന്ന് അയച്ചു തന്നത് തെറ്റാണ്. അത് ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതൊന്നും മിണ്ടാതെ ഇത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ ആണല്ലോ? ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കാം, അല്ലെ അടുത്തയിലേക്ക് പോവാണ്. അടുത്തത് നോക്കിക്കോളൂ. അടുത്തത് കാൽസ്യമാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40 അപ്പം കാൽസ്യം മാസ് നമ്പർ 40 നമുക്കറിയാം. അറ്റോമിക് നമ്പർ 20 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര? അൻകിത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം 20 തന്നെ. 20. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? 20. ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര? -20. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 8 അല്ല 2 8 2 8 10. 10 എന്ന് വരാൻ പറ്റുമോ? ഇപ്പൊ എന്തുവാ പറഞ്ഞേ? 8 1 അല്ല 2 എന്ന് വരുമോ? 8 2 എന്ന് വരും. അങ്ങനെ വരും. ഇതിന്റെ രണ്ടെണ്ണം മാത്രം മാറ്റി പഠിക്കുക കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് +1 പഠിക്കും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം കുഞ്ഞിത്തലയായതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി വലിയതായിട്ടൊന്നും ഇതാക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്താ സംഭവിക്കുന്നത്? loses 2. ഓക്കെ. ആര് ലൂസ് ചെയ്യുന്നു? കാൽസ്യം ആറ്റം ഇല്ലേ? കാൽസ്യം ആറ്റം ലൂസസ് 2 ഇലക്ട്രോൺസ് ആൻഡ് ബിക്കം കാൽസ്യം അയോൺ എന്നാണ് ഇല്ലേ? കാൽസ്യം അയോൺ. അങ്ങനെയാണെങ്കിൽ therefore ഇപ്പം ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര ഉണ്ട്? 19. എടാ 20 2 പോയ എത്രയാണ്? 18. 18. പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? പ്രോട്ടോൺ 20. 20 എണ്ണം തന്നെ. ഇവിടെ എന്തോ വ്യത്യാസമുള്ളേ? 2. ഏതാ കൂടുതൽ? പ്രോട്ടോൺ. അപ്പൊ ഏത് ചാർജ് ആയിരിക്കും കൂടുന്നേ? പോസിറ്റീവ്. അപ്പൊ എത്ര പോസിറ്റീവാ കൂടുന്നേ? 2 പോസിറ്റീവ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാലൻസി എന്താ? അത് 2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? -2. ഇതെന്തുവാടാ നീ മണ്ടയ്ക്ക് +2? +2. അങ്ങനെയാണെങ്കിൽ അയണിക് ഫോർമുല എന്താ? Cl അല്ലേ? അല്ല, എന്തുവാടാ നോക്കടാ. Ca അല്ലേ? Cl ക്ലോറിൻ അല്ലേ? Ca2+. വെരി ഗുഡ്. Ca2+. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കാര്യം. എഴുതാത്തവരാരെല്ലാം കൊണ്ട് എഴുതിക്കോ. പെട്ടെന്ന് ആട്ടെ. എഴുതാത്ത ആരെല്ലാം കൊണ്ട് എഴുതിക്കോ.
സാറേ ആ നാലാമത്തെ ഷെല്ലിൽ കിടക്കുന്ന 2 ആണോ കളഞ്ഞേ? ആ നാലാമത്തെ ഷെല്ലിൽ കിടക്കുന്ന 2 കളഞ്ഞു. എന്തിനു വേണ്ടിയാ? പിന്നെ 3 ഷെല്ലേ ഉള്ളൂ. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും എട്ട അതിനു വേണ്ടി. ഓക്കെ. ഓക്കെ. എഴുതിയെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാത്തവർ എന്നോട് തുറന്ന് ചോദിക്കുക. ഓരോരുത്തരോടും ചോദിക്കാനുള്ള സമയം നമുക്കില്ല. നോക്കിയോ, ഫ്ലൂറിൻ 990. ഓക്കെ, ഇതിനകത്ത് ആറ്റോമിക് നമ്പർ എത്രയാണ്? ആരോ ഉണ്ടോ ഇവിടെ? ആരോ ഉണ്ടോ ഇവിടെ? ആരോ റിജോയോ? ആരോ പറ. ആറ്റോമിക് നമ്പർ എത്ര ഇവിടെ? മാസ് നമ്പർ എത്ര ഇവിടെ? മാസ് നമ്പർ എത്രടാ? 18 ആണോ? 18 എന്നാണോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? അല്ല, അയ്യോ 90. ഫ്ലൂറിൻ 99 ആണ്. മാസ് നമ്പർ 19. ആറ്റോമിക് നമ്പർ എത്ര മോനെ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ നീ കേട്ടാൽ മതി. അർച്ചിത പറഞ്ഞേ. അർച്ചിത 9. ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? പ്രോട്ടോണിന്റെ എണ്ണം എത്ര? 9. ന്യൂട്രോണിന്റെ എണ്ണം എത്ര? 10. ഓക്കെ, എത്ര? 19 മൈനസ് 19 മൈനസ് 9 ആണ്. അത് 10 ആണ്. ഇനി അടുത്തത് എന്താ? അടുത്തത് ഇതിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? പറഞ്ഞോ അർച്ചിത. മൈക്ക് ഓണാക്കി അങ്ങ് വെച്ചോ. ഞാൻ ചോദിക്കുന്നത് ഫുള്ള് അർച്ചിതയോടാ. മൈക്ക് ഓണാക്കി വെച്ചോ. പറഞ്ഞോ. 2 8. മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10. 10. 9. അപ്പൊ എത്ര ഇലക്ട്രോൺസാ? അപ്പൊ എത്ര വരണ്ടേ? 7. ഓക്കെ, ശരി. അപ്പം സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്താ സംഭവിക്കുന്നത്? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ഗെയിൻ ചെയ്യണം. അതായത് അപ്പം നമുക്കിങ്ങനെ എഴുതാം. ഫ്ലൂറിൻ ആറ്റം ഗെയിൻസ് 1 ഇലക്ട്രോൺ ആൻഡ് ബിക്കം എന്താ? ഫ്ലൂറൈഡ് അയോൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ? therefore ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? മൈക്ക് ഓണാക്കി വെച്ചോ. ഞാൻ അർച്ചിതയോടാ ചോദിക്കുന്നത്. മൈക്ക് ഓണാക്കി വെച്ചോ. അർച്ചിത കേൾക്കാമോ? അർച്ചിത ഞാൻ ചോദ്യം ചോദിക്കുമ്പം മൈക്ക് നിങ്ങൾ ഓഫ് ചെയ്യണ്ട. നിങ്ങളോട് ചോദിക്കുന്ന ഫുൾ ചോദ്യം നിങ്ങളോടായിരിക്കും ചോദിക്കുന്നത്. ഈ മൈക്ക് ഓഫ് ചെയ്യണ്ട. മൈക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് പിന്നെ വീണ്ടും നെറ്റ്വർക്ക് ഇഷ്യൂ ആവും. വീണ്ടും അത് ഓണാക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയോ, ഇലക്ട്രോണിൻ്റെ എണ്ണം ഇപ്പം എത്രയാ? നേരത്തെ എത്ര ആയിരുന്നു ഇലക്ട്രോണിൻ്റെ എണ്ണം? 9. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്തു? സ്റ്റേബിൾ ആവാൻ വേണ്ടിയോ? ഒരെണ്ണം ഗെയിൻ ചെയ്തപ്പം എത്ര ഇലക്ട്രോൺ ആയി? മൊത്തം ഇപ്പം എത്ര ഇലക്ട്രോൺ ആയി ഒരെണ്ണം ഗെയിൻ ചെയ്തപ്പം? ഈ നെറ്റുള്ള ആരിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അൻഗീത് തന്നെ പറഞ്ഞോടാ. അൻഗീതേ പറഞ്ഞോ.
ആ സാറേ ഇപ്പം ഇവിടെ ഇലക്ട്രോൺ എത്രയായി ഇത് കഴിഞ്ഞപ്പോൾ? ഇപ്പൊ 10. 10. പ്രോട്ടോൺ എത്രയാ? പ്രോട്ടോണ് 9. 9. ഇവിടെ ഏത് ചാർജാ കൂടി നിൽക്കുന്നത്? ഇലക്ട്രോണിന്റെ ഇലക്ട്രോൺ എന്ത് ചെയ്യാ? നെഗറ്റീവ്. നെഗറ്റീവ്. അപ്പോൾ എത്ര ചാർജാ കൂടി നിൽക്കുന്നത്? -1. അപ്പം വാലൻസി എന്താ? ബാലൻസി 1. 1. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? അത് -1. വെരി ഗുഡ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. ഇനിയും അതിൻ്റെ എന്താ ഓക്സിഡേഷൻ -1. അതിൻ്റെ അയോണിക് ഫോർമുല എന്താ? സിമ്പലിൻ്റെ കൂടെ അയണിക് ഫോർമുല അയണിക് ഫോർമുല 1 - അതെ എന്തുവായിരുന്നു? അല്ല അതിന്റെ ലെറ്റർ മറന്നുപോയി, ഞാൻ എഴുതിയില്ല. ലെറ്റർ ഓർക്ക് ഇതാണ്. F1-. ഓക്കെ. F1-. വെരി ഗുഡ്. ഓക്കെ. ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവർ ചോദിക്കുക. എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുത്തോ? സാറേ ഇച്ചിരി എഴുതാണ്ട്. പെട്ടെന്ന് എൻ്റെ കൂടെ തന്നെ എഴുതി പോണേ. എൻ്റെ കൂടെ തന്നെ എഴുതി പോണം. മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ബേസിക്സ് ഒന്ന് പഠിക്കേണ്ട ഇത് ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ കെമിസ്ട്രി സിമ്പിളാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഇത് പഠിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എഴുതിയോടാ? ഓക്കെ. അടുത്തത് ഓക്സിജൻ. 8-16. അൻവിൻ പറയാമോടാ? അൻവിൻ. സാറേ. മാസ് നമ്പർ എന്താ? 16. ആറ്റോമിക് നമ്പർ എന്താ? 8. ഇലക്ട്രോണിന്റെ എണ്ണം എന്താ? 8. പ്രോട്ടോണിന്റെ എണ്ണം എന്താ? 8. ന്യൂട്രോണിന്റെ എണ്ണം എന്താ? ന്യൂട്രോൺ എണ്ണം 8. 8. അങ്ങനെ പറയല്ലേ. A - Z 16 - 8 8. അങ്ങനെ വേണം പറയാൻ. ഓക്കെ. 8. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 2 6. 2 6. വെരി ഗുഡ്. 2 6. വെരി ഗുഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് വേണം? സ്റ്റേബിൾ ഒരെണ്ണം കൂടെ ഗെയിൻ ചെയ്യണം. 7 വന്നാൽ സ്റ്റേബിൾ ആവുമോ? അയ്യോ, 2 അപ്പം ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ആരാ ഗെയിൻ ചെയ്യുന്നത്? ഓക്സിജൻ ആറ്റമാണ്. ഓക്സിജൻ ആറ്റം ഗെയിൻസ് 2 electrons and become oxygen ion. ആണോ? അങ്ങനെയാണെങ്കിൽ therefore ഇപ്പം പ്രോട്ടോൺ എത്ര? 8. പ്രോട്ടോൺ 8 തന്നെ. ഇലക്ട്രോൺ എത്ര? ഇലക്ട്രോൺ 9. ആണോ? അല്ലല്ല 10. 10. ഓക്കെ. അപ്പൊ ഇതിന്റെ വാലൻസി എത്രയാ? ബാലൻസ് 2. ഇനിയും ഇപ്പൊ ഏത് ചാർജാ കൂടി നിൽക്കുന്നേ? ഇതിന്റെ ഇലക്ട്രോണിന്റെ എത്ര? ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? -ആണ്. മൈനസ് ആണ്. എത്ര മൈനസ് അപ്പൊ കൂടി നിൽക്കുന്നേ? -2. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. വെരി ഗുഡ്. അടുത്തത് അതിന്റെ അയോണിക് ഫോർമുല എന്താ? O -2. O -2 എന്ന് പറയത്തില്ലടാ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ സൈൻ നമ്പർ കഴിഞ്ഞാണ് എഴുതുന്നത്. സോറി, ഓക്സിഡേഷൻ അല്ല, അയണിക് ഫോർമുല എഴുതുമ്പോൾ
ആ അപ്പം എന്ത് എഴുതും? O2 മൈനസ് O2 മീൻസ് ആ അങ്ങനെയല്ലേ ഇതുവരെ എഴുതിയത്? Mg2 പ്ലസ് ആ Cl1 മൈനസ് അല്ലേ? അങ്ങനെയല്ലേ എഴുതിയേ? ആ ആ ഇപ്പം തട്ടിയോ? കഴിഞ്ഞ ദിവസം കിടന്ന് ബബ്ബ അടിച്ച എല്ലാം മാറി സെറ്റായില്ലേ ഇപ്പം? സെറ്റായി. അതാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച് നമ്മൾ എഫേർട്ട് എടുക്കുമ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം വന്ന് തുടങ്ങും. എഫേർട്ട് എടുക്കാത്തപ്പം നമുക്ക് പരീക്ഷയ്ക്ക് മുട്ട കിട്ടും. അത്രേ ഉള്ളൂ. നോക്കിയോ, ഇവിടെ നോക്കിയോ. അടുത്ത നോക്കിയത് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കിയേ. അടുത്തത് നൈട്രജൻ 7-14 എടുക്കുകയാണ്. 7-14. ഇത് ജോഹാൻ ഇവിടെ ഉണ്ടോ? ജോഹാൻ ഉണ്ട് സർ. എന്നാ ഒന്ന് പറഞ്ഞേ, ഇതിനകത്തെ മാസ് നമ്പർ എത്ര? മാസ് നമ്പർ 14. ആറ്റോമിക് നമ്പർ എത്ര? 7. ഇലക്ട്രോൺ എണ്ണം എത്ര? 7. പ്രോട്ടോൺ എണ്ണം എത്ര? 17. പ്രോട്ടോൺ എണ്ണം 17. 7. 7. ന്യൂട്രോൺ എണ്ണം എത്ര? 14 മൈനസ് 7 7. ഓ വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 8 4. 2 ഇലക്ട്രോൺ എണ്ണം എത്ര ഉണ്ടോ? സോറി സർ, 2 5. 2 5. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? 3 എണ്ണം ഗെയിൻ ചെയ്യണം. 3 എണ്ണം ഗെയിൻ ചെയ്യണം. ആരാ ഗെയിൻ ചെയ്യുന്നേ? ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ആരാടാ ഗെയിൻ ചെയ്യുന്നേ? നൈട്രജൻ. നൈട്രജൻ ആറ്റം ഗെയിൻസ് എത്ര? 3 ഇലക്ട്രോൺസ് ആൻഡ് ബിക്കം എന്താണ്? നൈട്രജൻ അയോൺ. അങ്ങനെയാണെങ്കിൽ therefore ഇപ്പം പ്രോട്ടോണിന്റെ എണ്ണം എത്രയാടാ? പ്രോട്ടോണിന്റെ 10. പ്രോട്ടോൺ 10 ആയോ? പ്രോട്ടോൺ 7 ഇലക്ട്രോൺ 10. ഓക്കെ. ഞാൻ തെറ്റിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് കൃത്യം ചോദ്യം കേട്ടിട്ട് പറയാം. ഓക്കെ, ഇലക്ട്രോൺ 10. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാലൻസി എന്താടാ? ബാലൻസി 3. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താടാ? 3 മൈനസ്. അതായത് ഏത് ചാർജാ കൂടി നിൽക്കുന്നത്? അത് -3. ഓക്കെ, ഇനി അതിൻ്റെ അയോണിക് ഫോർമുല എന്താടാ? N3 മൈനസ്. വെരി ഗുഡ്. ഫൈൻ. നല്ലതായിട്ട് ഇത് ചെയ്തു. ഓക്കെ, N3 മൈനസ്. വെരി ഗുഡ്. ഓക്കെ. റിജോയ്ക്ക് ഇങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ടോ? റിജോ ഇവിടെ ഉണ്ടോ? റിജോ ഉണ്ട് സാർ. കോൺഫിഡൻസ് ഉണ്ടോ ഇങ്ങനെ പറയാൻ? ഇത് എഴുതിക്കുവാണ്. 1-2 എണ്ണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ 20 എണ്ണം കഴിയും. 20 എണ്ണത്തിൻ്റെ നമ്മൾ എഴുതിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി നെയിം ആൻഡ് സിംബൽസ് ഓഫ് അയോൺസിലോട്ട് പോവാണ്. അത് തറോ ആയിട്ട് അയോണിക് ഫോർമുലയാണ്. അയോണിക് ഫോർമുല മൊത്തം കാണാൻ പഠിച്ചാലേ കോമ്പൗണ്ട് ഫോർമേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മാത്രമേ റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബേസിക് ക്ലാസ്സൊക്കെ കുറച്ച് സമയം എടുത്ത് പഠിപ്പിക്കുന്നതിന് കാരണം നിങ്ങൾക്കിത് നല്ലതായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. റിജോയ്ക്ക് പറയാൻ പറ്റുമോ? റിജോ ട്രൈ ചെയ്യുന്നോ? റിജോ ഓക്കെ, പോട്ടെ. ഇത് ഞാൻ തന്നെ പറയാം, നോക്കിയോ. കാർബൺ 6 12, മാസ് നമ്പർ 12, ആറ്റോമിക് നമ്പർ 6, പ്രോട്ടോണിൻ്റെ എണ്ണം 6, ഇലക്ട്രോണിൻ്റെ എണ്ണം 6, ന്യൂട്രോണിൻ്റെ എണ്ണം 12 - 6, അതും 6. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2 4. ഇവിടെ നിങ്ങൾ നോക്കി, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. നേരത്തെ സിലിക്കണ്ട എഴുതിയപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആയിരുന്നു. 4 ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്താ? 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നതിന് തുല്യം തന്നെയാണ് 4 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഇലക്ട്രോണിനെ എന്ത് ചെയ്യണ്ട, കൊടുക്കുകയോ മേടിക്കുകയോ വേണ്ട. കൊടുത്താലും മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യത്തില്ല. കാരണം ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് ആർ ഓൾസോ എന്താണ്?
സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണേൽ നിർത്താം. വാലൻസി ഇങ്ങനെ എഴുതാം. വാലൻസി എന്താണ്? വാലൻസി 4 അതുകൊണ്ട് തന്നെ ടെട്രാ വാലൻസി. ഇതിനകത്ത് 8 വരണമെന്നില്ലേ? ഏതാ? ഇതിനകത്ത് 8 വരണ്ട, അതിന്റെ പകുതി വന്നാൽ മതിയോ? അല്ല എടാ, 4 ഇലക്ട്രോൺസ് വന്ന സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 8 ഇലക്ട്രോൺസ് വരാം സ്റ്റേബിളാണ്, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് വന്നാൽ അതും സ്റ്റേബിളാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 4 ഇലക്ട്രോൺസ് വന്നാൽ 4 ഇലക്ട്രോൺസ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതായത് കൃത്യമായിട്ട് 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പിന്നീട് കൊടുക്കുകയോ മേടിക്കുകയോ വേണ്ട, ഓൾറെഡി എന്താ സ്റ്റേബിളാണ്. മനസ്സിലായോ? 4 8 വരാം. എടാ അങ്ങനെയല്ല, 8 പ്രിഫറൻസ്. എന്നാൽ 4 വന്നാലും എന്ത് ചെയ്യില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് കട്ടിലേക്ക് കിടന്നാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ, നിങ്ങൾ നല്ലതായിട്ട് സ്റ്റേബിളാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കസേര ഇരുന്നാണെങ്കിലും ഉറങ്ങത്തില്ലേ? ഉറങ്ങൂടാ. അപ്പം അതും സ്റ്റേബിൾ അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടുത്തെ 4ന്റെ പരിപാടി. 4 വന്നാൽ എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോണിനെ കൊടുക്കുകയോ മേടിക്കുകയോ ഇല്ല. പകരം ആ 4നെ അവിടെ തന്നെ നിർത്തി വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് മേടിച്ച് 8 ആക്കും. ഷെയർ ചെയ്ത് മേടിക്കുമല്ല, ഷെയർ ചെയ്തിട്ട് അതിനെ 8 ആക്കി മാറ്റും. മനസ്സിലായോ? അല്ലാതെ കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യത്തില്ല. അത് നമ്മൾ കോവാലന്റ് ബോണ്ടിങ്, അത് ഞാൻ കോവാലന്റ് ബോണ്ടിങ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം ഇങ്ങനെ പഠിക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ വരുന്നത് വാലൻസി 4 ആയിരിക്കും. കാരണം അവർ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ ഇല്ല. ഇലക്ട്രോണിനെ കൊടുത്താൽ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പം 2 6 വന്നപ്പം 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ച് 8 ആക്കി. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ, എന്താണ് ഹാഫ് ഫീൽഡും സ്റ്റേബിൾ ഇല്ലയോ, അപ്പോൾ പിന്നെ 2 എണ്ണം കൊടുത്താലും സ്റ്റേബിൾ ആകത്തില്ല. അങ്ങനെ ആവത്തില്ല. മനസ്സിലായോ? 4 കൃത്യമായിട്ട് 4 വന്നാലേ അത് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? 6നെ നമുക്ക് 4 ആക്കാൻ പറ്റത്തില്ല, 6നെ 8 ആക്കാനേ പറ്റത്തുള്ളൂ. അപ്പം 8ന്റെ കാര്യമാണ് മനസ്സിൽ ഓർക്കേണ്ടത്. 4 വരുന്നത് 2 കേസാണ്, ഒന്ന് കാർബണും ഒന്ന് സിലിക്കണും നമുക്ക് പഠിക്കാനുള്ളതിനകത്ത്. അത് ഹാഫ് ഫീൽഡ് ആയതുകൊണ്ട് ഹാഫ് ഫീൽഡും ഫുള്ളി ഫീൽഡ് കോൺഫിഗറേഷൻ പോലെ തന്നെ സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം 8 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താ, ഇപ്പം നമ്മൾ ഇനേർട്ട് ഗ്യാസ് പറയും, ഇനേർട്ട് ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എല്ലാം 8. അവരെന്ത് ചെയ്തില്ല, അവർ ഇലക്ട്രോണിനെ മേടിക്കത്തുമില്ല, ഇലക്ട്രോണിനെ കൊടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ്, അവർക്ക് വാലൻസി 0 ആണ്. പക്ഷേ ഇവിടെ വാലൻസി ഉണ്ട്. 4 എണ്ണത്തിനെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം, ഷെയർ ചെയ്ത് മേടിക്കാം. പക്ഷേ അവൻ്റെ കയ്യിലുള്ളതിനെ എന്ത് ചെയ്യത്തില്ല, അവൻ കംപ്ലീറ്റായി വിട്ടുകൊടുക്കത്തില്ല. ഇപ്പം സോഡിയത്തിനെ സംബന്ധിച്ച് 2 8 1 ഈ ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യും, വിട്ടം കൊടുക്കും വേണ്ടവർക്ക്. പക്ഷേ കാർബൺ എന്ത് ചെയ്യത്തില്ല, കാർബൺ ഈ 4 ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തുമില്ല. വേറെ ഒരാളുടെ ഇന്ന് 8 ആക്കാൻ വേണ്ടി 4നെ മേടിക്കത്തുമില്ല. പകരം എൻ്റെ അടുത്തോട്ട് നീങ്ങി നിന്നിട്ട് വേണമെങ്കിൽ ഈ 4 എണ്ണം നിങ്ങൾ ഷെയർ ചെയ്തെടുത്തോ. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോ. അതായത് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇത് എഴുതിക്കോ, ഇത് എഴുതിയിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാവും. നോക്കിയോ, ഇത് ടെട്രാ വാലൻ്റ് എന്ന് പറയും. 4 വാലൻസി ഉള്ളതിനെ ടെട്രാ വാലൻ്റ് എന്ന് പറയും. എന്നിട്ട് ഇതിനെ താഴോട്ട് എഴുതിയേക്കണം, ആസ് ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ്, it will not gain or lose electrons because half filled configurations are also stable. Configuration are also stable. ക്ലിയർ ആണോ? ഈ സുനിത ബി എന്ന് പറയുന്ന അക്കൗണ്ടിൽ കയറിയ ആരാ? അദ്വൈത്. ഓക്കെ, എന്താടാ ഇന്ന് ക്ലാസ്സിന് വരാൻ ഇവിടെ? അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. എങ്ങനെയുണ്ട്, കുഴപ്പമില്ല ഉണ്ടോ? കുഴപ്പമില്ല, കാലിന് ചെറിയൊരു പണി കിട്ടി. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം, ക്ലാസ് കഴിഞ്ഞ് വിളിക്കാമേ. ഓക്കെ, നോക്കിക്കോ. ഇതൊക്കെയാണോ, ഇത്ര ഓക്കെയാണോ, ക്ലിയർ ആണോ? നേരത്തെ ആരാണ് എന്നോട് ചോദിച്ചത്? അൻകിത്തായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. നോക്കിക്കോളൂ. ഇനിയും അടുത്തത് ഞാൻ വേറൊരെണ്ണം കൂടെ എഴുതുകയാണ്. ബെറിലിയം ബോറോൺ എഴുതാം. നോക്കിക്കോ, ബോറോണിൻ്റെ എഴുതിക്കോ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ കോവാലൻ്റും മറ്റേ ഇപ്പം 4 ഇലക്ട്രോൺസ് വന്നതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് മൊത്തം ഒന്ന് പറഞ്ഞോട്ടെ.
ബോറോൺ ഉണ്ടത് 11 5. അക്ഷിത ഒന്ന് പറയാമോ? അക്ഷിത ഇവിടെ ഉണ്ടോ? അക്ഷിത ഓക്കെ. ഇവിടെ അറ്റോമിക് നമ്പർ എത്ര അക്ഷിത? Atomic number 11. അറ്റോമിക് നമ്പർ 11 അല്ല 5. ഓക്കെ. ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കും. ഓർഡറിൽ ഞാൻ നേരത്തെ എഴുതിയ ഓർഡറിലൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നതിൻ്റെ ചോദ്യം മനസ്സിലാക്കിയിട്ട് മറുപടി പറയാം. ഓക്കെ. അപ്പം മാസ് നമ്പർ എത്രയാ? മാസ് നമ്പർ മൈക്ക് ഓഫ് ആക്കണ്ട. മാസ് നമ്പർ എത്രയാ പറഞ്ഞ കേട്ടില്ല? 11. ആ ഉറക്കെ പറയണം, ഞാൻ കേൾക്ക. 11. ആ ഇപ്പം കേട്ടു. ഓക്കെ. ഇസഡ് എത്രയാ? 5. 5. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാ? 5. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ? 5. 5. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാ? A minus Z. ആ എ മൈനസ് 11 minus ആ എത്രയാ? 11 minus 5. എത്രയാ? 6. ആ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2 ആ 3. 3. 2 3. ആ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ, അറ്റൈൻ സ്റ്റെബിലിറ്റി എന്താണ് സംഭവിക്കുന്നത്? 3 lows ചെയ്യണം. ആ ലോസ് ചെയ്യണം. അതായത് ബോറോൺ ആറ്റം ലൂസസ് എത്ര ഇലക്ട്രോണാ? 3. ആ 3 ഇലക്ട്രോൺസ്. അപ്പം 3 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ഇവിടെ 8 വരുമോ? 3 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവുമെന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് ഷെല്ലില് അപ്പൊ 2 തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. ആ അതാണ് അതിൻ്റെ കാരണം. അതായത് നമ്മൾ 8 ഷെല്ല് വരുന്ന ഷെല്ലുകളിൽ 8 കംപ്ലീറ്റ് വരണമെന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ 8 കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ 3 എണ്ണത്തിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഷെല്ലിനകത്ത് മാക്സിമം എത്ര വരുന്നത്? 2. അപ്പോൾ അവിടെ 2 എണ്ണം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെയും സ്റ്റേബിൾ. അതിനെ മറ്റേത് ഒക്റ്റക്റ്റ് എന്ന് പറയുമെങ്കിൽ ഇതിനെ എന്തെന്ന് പറയുന്നറിയോ? ഡ്യൂപ്ലെറ്റ് എന്നാണ് പറയുന്നത്. അറിയാമോ? അക്ഷതയ്ക്ക് അറിയാമോ ഡ്യൂപ്ലെറ്റ് എന്നായിരുന്നെന്ന്? ഇല്ല. അപ്പോൾ അതിനെ ഡ്യൂപ്ലെറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ബോറോൺ ആറ്റം ലോസസ് 3 ഇലക്ട്രോൺ ടു അറ്റൈൻ ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ. മറ്റേത് ഒക്റ്റക്റ്റ് ആയിരുന്നു. അതും സ്റ്റേബിൾ തന്നെയാണ്. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആൻഡ് ബിക്കം എന്താണ്? ബോറോൺ അയോൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? പ്രോട്ടോൺ എത്രയാ? പ്രോട്ടോൺ 5. ആ ഇലക്ട്രോൺ 2. വാലൻസി 3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+. ഓക്കെ. അപ്പോൾ 3 എണ്ണം ലോസ് ചെയ്തു. ഓക്കെ ഫൈൻ. 3+ എന്നാണോ പറയുന്നത്? +3 എന്നാണോ പറയുന്നത്? 3. +3. ആ അതിൻ്റെ അയോണിക് ഫോർമുല എന്താ? 3 പ്ലസ് വെറുതെ 3 അയോൺ. എന്ന് പറഞ്ഞാൽ അയോണിക് എന്നാവോ? അല്ല B3+. ഓക്കെ വെരി ഗുഡ്. ഇനി അടുത്തത് ഇതെല്ലാം എഴുതിയെന്ന് വിശ്വസിച്ച് എല്ലാവരും എഴുതിയോ? എല്ലാവരും എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ തന്നെ എഴുതി പോകാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും ഇനി ഞാൻ ഇതിൻ്റെ PDF നോട്ട് അങ്ങോട്ട് ഇട്ട് തരാം. എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കി അങ്ങ് എഴുതുക. ഓക്കെ. ഇനിയും നോക്കിക്കോളൂ.
അടുത്തത് ബെറിലിയം. ബെറിലിയം ആരാ പറയുന്നത്? ബെറിലിയം. ബെറിലിയം പറയുന്നത് BE 49. റിജോയ്ക്ക് പറയാമോ? റിജോ ഇവിടെ ഉണ്ടോ? ഓക്കെ, അൻവിൻ തന്നെ പറഞ്ഞോടാ. അൻവിൻ. A9 A9. Z4 ആ E4 ആ E4 ആ N is equal to A minus Z ആ 5. ആ ഓക്കെ. Electronic configuration ആ 2 ആണോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ആണ്. 2. ആ ഓക്കെ. അപ്പോൾ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? 8 കൂടെ ഗെയിൻ ചെയ്യണോ? ഓ അല്ലടാ, ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടില്ലേ? അതായത് ഇവിടെ 8 കൊണ്ടുവരണമെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഷെൽ ഇവിടെ ഏതാ? ഇത് കെയും ഇതല്ല. എൽ ഷെല്ലിൽ ഇല്ല, 8 ഉണ്ട്? 2. 2. അപ്പോൾ അവിടെ സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം സാധാരണഗതി? 8 അല്ല, 6 എന്താ പറയുന്നത്, വാങ്ങിക്കണം. 6 കൂടെ ഗെയിൻ ചെയ്യണം. ആ അങ്ങനെ ആ 6 ഗെയിൻ ചെയ്യാവുന്നതിലും നല്ലത് നമുക്ക് ഈ 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത് പോലെ തന്നെ സ്റ്റെബിലിറ്റി ഉള്ള സംഭവമാണ്. ഇപ്പോൾ ഇവനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ എത്ര ഷെല്ലുണ്ട്? 0. എൽ ഷെല്ല് 2. എൽ ഷെല്ലിൽ 2 പോയി കഴിഞ്ഞാൽ പിന്നെ 0യോ? അല്ലേ? എടാ, കെ ഷെല്ലിൽ 2 ഉണ്ട്, എൽ ഷെല്ലിൽ 2 ഉണ്ട്, അങ്ങനല്ലേ പറഞ്ഞേ കോൺഫിഗറേഷൻ? എൽ ഷെല്ലിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 0 അല്ലേ? 2 അല്ലേ ഉള്ളൂ. എടാ മൊത്തം എത്ര ഉണ്ടാ? കെ ഷെല്ലിലും എൽ ഷെല്ലിലും കൂടെ എത്ര ഉണ്ട് മൊത്തം? മൊത്തം കൂടെ 4. 4. അതിൽ എൽ ഷെല്ലിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എല്ലിന്റെ കയ്യിലോ? അല്ല, എല്ലിൻ്റെ ഒന്നും ഇല്ല. ബാക്കി മൊത്തം ഈ ബെർലിയത്തിൽ എത്ര ഉണ്ട്? അപ്പൊ 2. 2. ഈ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിലല്ലേ? 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലല്ലേ? ഫസ്റ്റ് ഷെല്ല്. ഫസ്റ്റ് ഷെല്ലില്ല. അപ്പൊ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം എത്ര വരെ പറ്റും? 2. അപ്പം അവിടെ 2 ഉണ്ട്, മാക്സിമം 2 തന്നെ വന്നെങ്കിൽ അതും സ്റ്റേബിൾ അല്ലേ? 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 വരുന്ന പോലെ തന്നെ അല്ലേ ഉള്ളൂ അതും? മനസ്സിലായ? അതിനെ നമ്മൾ മറ്റേതിനെ ഒക്ടറ്റ് എന്ന് പറയുന്ന പോലെ ഇതിനെ നമ്മൾ ഡ്യൂപ്ലെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നാലും സ്റ്റേബിളാ. അപ്പൊ ഇനിയിപ്പോ 6 മേടിക്കുന്നതിലും നല്ല എന്ത് തന്നെയാ? 2. അതായത് രണ്ടാമത്തെ ഷെല്ലിലെ എൽ ഷെല്ലിനെ അതിനെ കളയുന്ന ആണോ? ഓക്കെ, അപ്പൊ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഹലോ, പറഞ്ഞോടാ, പറഞ്ഞോ. ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ബെറിലിയം ലോസസ് ബെറിലിയം ആറ്റം എന്ന് പറയണേ. ബെറിലിയം ആറ്റം ലോസസ് 2 2 അയോൺസ്. 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസ് ടു ബിക്കം എന്താണ്? ടു ബിക്കം ബെറിലിയം അയോൺ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പ്രോട്ടോൺ എത്ര ഉണ്ട് അതിനകത്ത്? ഇപ്പം പ്രോട്ടോൺ 4. ഇലക്ട്രോൺ എത്ര ഉണ്ട് ഇപ്പം? ഇലക്ട്രോൺ 2 ആണോ? 2 പോയില്ലേടാ, നീയല്ലേ കളഞ്ഞ 2? 2. നീ എന്നോടാണോ ചോദിക്കുന്നത്? നീ 2 കളഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു. ഓക്കെ, ഇനിയും എന്താ? പ്രോട്ടോൺ 4, ഇലക്ട്രോൺ 2. അപ്പൊ ഇവിടെ ഏത് ചാർജാ കൂടുതൽ? ഇവിടെ പ്രോട്ടോന്റെ. ഓക്കെ, അപ്പം വാലൻസി എത്രയാന്ന് പറ. വാലൻസി എത്ര ഇലക്ട്രോണിനെ ആണോ കളഞ്ഞത് അല്ലെ എത്ര ഇലക്ട്രോണിനെ മേടിക്കുന്നത്, അതാണ് വാലൻസി. +2 ആണോ? വാലൻസിക്ക് ചാർജ് പറയത്തില്ല. 2. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. എടാ ഇവിടെ നോക്കണം. ഇവിടെ ഏത് ചാർജാ കൂടി നിൽക്കുന്നേ? പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ത് ചാർജാ? പോസിറ്റീവ് അല്ലേ? അപ്പൊ അത് തന്നെയല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് വരത്തുള്ളൂ. പിന്നെ നീ എന്തിനാ മൈനസ് എന്ന് പറഞ്ഞേ?
ആ അപ്പോൾ പോസിറ്റീവ് 2 ആണ്, ആണോ? ആണ്. അപ്പോൾ അയോണിക് ഫോർമുല എന്താ? BE BE 2+. വെരി ഗുഡ്. നമ്മൾ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പം വീണ്ടും അത് സ്ട്രഗിൾ ചെയ്തതുണ്ടോ? അതായത് ഒക്ടറ്റ് മാറി ഡ്യൂപ്ലെറ്റ് എന്ന് പഠിപ്പിച്ചപ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാം തെറ്റിപ്പോയി. അപ്പോൾ അതും കൂടെ ഓർക്കണം. അപ്പോൾ പുതിയ പുതിയ കാര്യം പഠിക്കുമ്പോൾ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ അതിനെ ഇൻ ഓർഡർ ടു അറ്റൈൻ എന്താണ്? സ്റ്റെബിലിറ്റി എന്ന് എഴുതണം. ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്നും കൂടെ എഴുതിയേക്കണം. ഓക്കെ. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. രണ്ടെണ്ണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. എനിക്ക് അടുത്ത ക്ലാസ് 8 മണിക്കുണ്ട്. അതിന് മുമ്പ് നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് തീർക്കാം. നോക്കിക്കോളൂ. ലിഥിയം 37 ഇതിൻ്റെത് അർച്ചിത എന്ന് പറഞ്ഞ അർച്ചിത അല്ല വേണ്ട, ഇതിൻ്റെ രണ്ടെണ്ണം ഞാൻ അങ്ങ് പറഞ്ഞു തരാം. നോക്കിയോ. മാസ് നമ്പർ 7, അറ്റോമിക് നമ്പർ 3, പ്രോട്ടോണിൻ്റെ എണ്ണം 3, ഇലക്ട്രോണിൻ്റെ എണ്ണം 3, ന്യൂട്രോണിൻ്റെ എണ്ണം 7 - 3 4, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2 1. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ബ്രാക്കറ്റിൽ ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്ന് വേണം എഴുതിക്കണം. ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ ലിഥിയം ആറ്റം ലൂസസ് 1 ഇലക്ട്രോൺ ആൻഡ് ബിക്കം എന്താണ്? ലിഥിയം അയോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. ലിഥിയം അയോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. ഇപ്പം ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 3, ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2. വാലൻസി എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ആണോ കൊടുത്തത് മേടിച്ചത് ഇവിടെ കൊടുക്കുമായിരുന്നു 1. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ 3 പ്രോട്ടോണും 2 ഇലക്ട്രോണും പോസിറ്റീവ് ചാർജാണ് കൂടി നിൽക്കുന്നത്, +1 ആണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. അതിൻ്റെ അയോണിക് ഫോർമുല എന്ന് പറയുന്നത് Li1+. ഹീലിയം നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഹീലിയം നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ക്ലിയർ ആണോ? ശ്രേയ ഓക്കെ ആണോ എല്ലാം? ഓക്കെ. അക്ഷിത ഓക്കെ ആണോ? ഓക്കെ. അൻകിത്തൊക്കെ ഓക്കെ അല്ലേ? അൻകിത്ത്, അദ്വൈത്, അൻവിൻ, റിജോ, ആരവ് ഒക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.